ഹായ്, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ഈ ചാനലിൽ ഒരു മാസത്തിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാറുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആദ്യം തന്നെ പറയാന്ന് പറഞ്ഞാൽ പുറത്ത് മഴ നടക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. നിങ്ങൾ എന്തുമായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2-3 ദിവസം 2 ദിവസം കൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് വരുന്നൊരു വിഷയമാണ്. ഒരു ഹോട്ടലിനെ പറ്റി, അതായത് മൃണാൾ വ്ളോഗർ. പുള്ളി ഒരു വ്ളോഗറാണ്, ഫുഡ് വ്ളോഗറാണ്. അപ്പോൾ ഈ പിന്നെ ഈ ഒരു വ്ളോഗറിനെ പറ്റി ഈ ഒരു ഇഷ്യൂവിനെ പറ്റി നമ്മുടെ എല്ലാവരുടെയും നമുക്കെല്ലാവർക്കും പരിചിതമായ അശ്വന്ത് കോക്ക് സാർ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു റിയാക്ഷൻ വീഡിയോയെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കും ഷെയർ ചെയ്യണമെന്ന് തോന്നി. പക്ഷേ ഈ എന്താ മൃണാൾ ആ ഹോട്ടൽ, അതായത് ഹംഗ്രി മൃണാൾ, പുള്ളി തുടങ്ങിയൊരു സ്ഥാപനമാണ്. അത് ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തല്ല, ഞാൻ കൊല്ലം ജില്ലയാണ്, അത് കൊച്ചിയിലാണ് ഉള്ളൊരു ഫേമസ് ഹോട്ടലാണത്. അപ്പം പുള്ളി അവിടെ കുറേ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് മൃണാൾ ബ്ലോഗ് അവിടെ ആ ഒരു ഹോട്ടലിൽ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു നിയമം എനിക്ക് പേഴ്സണലി അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെ തോന്നി, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോ ഫുള്ളൊന്ന് കാണണം. പിന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ പുള്ളി, അതായത് മൃണാൾ ബ്ലോഗ് തുടങ്ങിയ ഒരു പുള്ളിയുടെ എന്തോ ഫുഡ് ബ്ലോഗറാണ്. പുള്ളി ഇതുപോലെ ഫുഡിനെ പറ്റി റിവ്യൂ ചെയ്യുമ്പം എനിക്ക് പേഴ്സണലി പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എനിക്കിഷ്ടമല്ല. പുള്ളി ഒരുമാതിരി ഒരു പുച്ഛിച്ചാണ് റിവ്യൂ ചെയ്യുന്നത്. ഞാൻ ഒത്തിരി വ്ളോഗർമാരുടെ വീഡിയോ റീൽസിലായാലും ഇതേപോലെ യൂട്യൂബിലായാലും കാണാറുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊരു തികച്ചും ഒരു കച്ചറ ഒരു വ്ളോഗറായിട്ടാണ് മൃണാളിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡേ എനിക്കിഷ്ടമല്ല. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ പുള്ളിയുടെ തുടങ്ങിയ ഹംഗ്രി മൃണാളിൽ പുള്ളിക്ക് കുറച്ച് നിയമങ്ങൾ വന്നിട്ടുണ്ട്. അതായത് സാധാരണക്കാരുടെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് സാധാരണക്കാർക്കുള്ളൊരു ഹോട്ടൽ ഒന്നും പറഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് ഫേമസ് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് 20 രൂപയ്ക്ക് അവിടെ ചോറ് കിട്ടും. അപ്പോൾ ഈ 20 രൂപയെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് ഇനി വരുന്നതേ ഉള്ളൂ. ഇപ്പം ഞാനൊരു സാധാരണക്കാരനാണ്. ഇപ്പോൾ സാധാരണക്കാരൻ്റെ ഒരു ഹോട്ടൽ എന്ന് പറയുമ്പം ഏകദേശം ഒരു 60 രൂപയ്ക്ക് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നല്ല രീതിയിൽ കഴിച്ചിട്ട് ഇറങ്ങി വരാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഏരിയയിൽ ഇപ്പം ഒരു ഊണിന്, ഒരു സാധാ ഊണിന് 60-70, ചില ഹോട്ടലിൽ 80 മേടിക്കും. അത് എനിക്കറിയത്തില്ല. ഈ ഹോട്ടലുകാർ തന്നെ അനീതി കാണിക്കുന്നവരുമുണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു നെറിയുള്ള ഒരു ബിസിനസ്സാണ് ഹോട്ടൽ ബിസിനസ്. അതിനകത്ത് ഫുഡിനെ പറ്റി എന്നുവെച്ചാൽ കഴിക്കുന്നവൻ്റെ മനസ്സ് നിറയണം. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. ഇപ്പോൾ പുള്ളി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഒരു മീൽസിന് ചോറിന് മാത്രം 20 രൂപ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സാമ്പാറിന് 10, സാമ്പാറിന് 10, അവിയലിന് 10, അങ്ങനെ 10 വെച്ച് വരുമ്പം എന്തായാലും ഒരു 100 രൂപ കൂടുതൽ പുള്ളിയുടെ പോക്കറ്റിൽ വീഴും. ഇപ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യന് ഒരു ഹോട്ടലിൽ ഊണ് കഴിക്കാൻ പോകുകയാണെങ്കിൽ ഇപ്പം ഊണിൻ്റെ കൂടെ ആയാലും ഇപ്പോൾ ഇതേപോലെ സാമ്പാർ കിട്ടും, മോര് കിട്ടും. എനിക്ക് സാമ്പാർ മോരും കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു തോരൻ, ഒരു തൊട്ടുകറിയും 2-3 എണ്ണം കാണും. അത് ഓരോ സ്പൂൺ വെച്ചേ കാണത്തുള്ളൂ. അപ്പോൾ പുള്ളിയുടെ ഹോട്ടലിൽ ചെല്ലുവാണെങ്കിൽ 20 രൂപയുടെ ചോറ്, ആ ഒരു ചോറിൻ്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണ ഹോട്ടലിൽ പോകുകയാണെങ്കിൽ സാധാരണ ഒരു വട്ടം കഴിക്കും, പിന്നെ അതിന് രണ്ടാമതും കഴിക്കും. പുള്ളിയുടെ അവിടെ ആണെങ്കിൽ രണ്ടാമത് ഇടണമെങ്കിൽ 20 രൂപയും കൂടെ അധികം കൊടുക്കും. ഇത് ഞാൻ അറിഞ്ഞ കാര്യമാണ്. ഞാൻ പുള്ളിയുടെ ഹോട്ടലിൽ അങ്ങനെ പോയിട്ടില്ല, ഇനി പോകാനും പോകുന്നില്ല. ഇനി ഇവിടെ കാണാൻ അടുത്ത അതിൻ്റെ ബ്രാഞ്ച് വരുവാണെങ്കിലും പോകാനേ പോകുന്നില്ല. ഇപ്പോൾ ഏകദേശം അതേപോലെ ഒരു ഹോട്ടൽ ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കയറും. ഞാൻ മാത്രമല്ല, ഇവിടെ ഏരിയയിലുള്ള ആരെങ്കിലും അവിടെ കയറുമോ? ഇല്ല, കയറത്തില്ല. അവർക്ക് അത് ഇപ്പോൾ സാധാരണക്കാരുടെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അവിടെ സാധാരണ ഒരു മനുഷ്യന് വേണ്ട ഒരു മോശമായിട്ട് ഇല്ലാത്തൊരു ഫുഡ് അവിടെ കൊടുക്കണം. പുള്ളി കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പൈസ ഈടാക്കിയാണ് കൊടുക്കുന്നത്. അത് പറയാം, അതിൻ്റെ ന്യായീകരണം പുള്ളി പറഞ്ഞാൽ വേസ്റ്റായി പോകുന്നത്. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പുള്ളി കൊടുക്കുന്ന അവിയലിൻ്റെയൊക്കെ 20 രൂപയുടെ അവിയൽ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് നമുക്ക് കഴിക്കേണ്ടതിനെക്കാട്ടിലും കൂടുതലുണ്ട്. ബാക്കി അവിടെ വേസ്റ്റ് ഇല്ലയോ? ഇപ്പോൾ ഒരു ദിവസം ആണെങ്കിൽ അവിടെ എല്ലാവർക്കും കൂടെ ഉള്ളൊരു ഫുഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഇതേപോലെ എത്ര പേര് അവിടെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. അതിനകത്ത് സാധാരണക്കാർക്ക് സാമ്പാർ മാത്രം പറ്റൂ 50 രൂപയ്ക്ക് കഴിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒരു സമയത്ത് അത് വേസ്റ്റ് ഇല്ലേ? ഞാൻ പേഴ്സണലി ഇപ്പം പിന്നെ ദോശയുടെ കൂടെ ചമ്മന്തിക്ക് 8 രൂപയെന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എവിടുത്തെ എച്ചിത്തരമാണെന്ന്, എച്ചിത്തരം ഉള്ളൊരു ഹോട്ടൽ തന്നെയാണ് അത്. എനിക്ക് ഇത്ര അറിഞ്ഞിട്ട് വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിനെപ്പറ്റി നമ്മുടെ എല്ലാവരും ഫേമസ് ആയിട്ടുള്ളൊരു റിവ്യൂവർ അശ്വന്ത് കോക്ക് സാർ ഇതിനെപ്പറ്റി ന്യായീകരിച്ചുകൊണ്ട് അതായത് ഈ ഒരു സ്ഥാപനത്തിനെ പറ്റി ന്യായീകരിച്ചിട്ടുണ്ട്. അതായത് മൃണാളിനെ പറ്റി പൊക്കി അടിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പുള്ളിയുടെ റിവ്യൂ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമാണ്. അത് പുള്ളി മാത്രമല്ല, ഈ ഏരിയ മൊത്തത്തിൽ ഞങ്ങളുടെ ഏരിയ മൊത്തത്തിൽ ഒരു പുള്ളിക്ക് വേണ്ടി, എന്നിട്ട് അശ്വന്ത് കോക്ക് പുള്ളിക്ക് വേണ്ടി ഒരു നല്ലൊരു അസോസിയേഷൻ തന്നെ ഉണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന, പുള്ളിയുടെ റിവ്യൂ ആണെന്ന് ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് അശ്വന്ത് കോക്ക് എന്തുവാ റിവ്യൂ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നത്. നല്ല റിവ്യൂ എന്ന് കേട്ടാലും പുള്ളിയുടെ റിവ്യൂ കേൾക്കാതെ ഒരു തൃപ്തി ആർക്കും വരുന്നില്ല. ഇത് മാത്രമല്ല, ഞാൻ ഇതുപോലെ കഴിഞ്ഞ
രണ്ട് മാസത്തിന് മുമ്പ് ഒരു എക്സാമിന് പോയപ്പം അവിടെ എസ് എം ഹാളിൻ്റെ ഫ്രണ്ടിൽ എക്സാം തുടങ്ങുന്നതിന് കുറച്ച് മുമ്പിൽ അവിടെ ഇരുന്ന് കാണുന്ന കോക്ക് സാറിൻ്റെ റിവ്യൂ ഇരുന്ന് കാണുമല്ലാരും. അപ്പോൾ അത്രയ്ക്കും ഒരു പിടിപാട്, അത്രയ്ക്കും ഒരു പോപ്പുലർ പിള്ളേർക്കുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഒരു ബസ്സിൽ യാത്ര ചെയ്തപ്പം ഒരു പെങ്കൊച്ച് ഇതുപോലെ ജനലിൻ്റെ സൈഡിൽ ഇരുന്ന് ഇതുപോലെ ഹെഡ്സെറ്റ് കുത്തി കോക്കിൻ്റെ റിവ്യൂ ഇരുന്ന് കാണുക. അപ്പോൾ അത്രയും ഒരു പോപ്പുലാരിറ്റി പുള്ളിക്കുണ്ട്. പുള്ളിയുടെ വലിപ്പം എന്തുവാണെന്ന് ഇപ്പം തന്നെ മനസ്സിലായല്ലോ. പക്ഷേ പുള്ളി ഇപ്പം ഇതിനെപ്പറ്റി പറഞ്ഞതിൽ 1% പോലും ഞാൻ യോജിക്കുന്നില്ല. പുള്ളി ഇതിനകത്ത് പുള്ളിയുടെ മാത്രം അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് പച്ചച്ചോറ് തിന്നുന്നേ ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിരിക്കത്തില്ല ഒരു സാധാരണക്കാരന് പച്ചച്ചോറ് തിന്നുന്നതല്ലേ പുള്ളി ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ. പച്ചച്ചോറിൻ്റെ കൂടെ പുള്ളിക്ക് 2 ചിക്കൻ ഫ്രൈയും ഒക്കെ മതി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് 2 ചിക്കൻ ഫ്രൈ മേടിക്കാനുള്ള 2 ചിക്കൻ ഫ്രൈ മാത്രമല്ല, ഒരു ചിക്കൻ ഫ്രൈ ഒരു മീൻ ഫ്രൈ ചെയ്തിട്ട് തന്നെ ആണെങ്കിൽ അന്ന് 70 രൂപയോളം കൊടുക്കേണ്ടി വരും. അത് ചിലപ്പം ഒരു സാധാരണ മനുഷ്യന് പറ്റാത്തതുകൊണ്ട് അവിടെ എന്താ പറയുന്നത് 60 രൂപയുടെ ഫുഡ്, നോർമൽ ഫുഡ് എല്ലാ ഹോട്ടലിലും കൊടുക്കുന്നത്. ഞാൻ ഒരിക്കലും ഇതിനകത്ത് ഈ ഹോട്ടലിൻ്റെ ഒരു നിയമത്തിന് ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. പിന്നെ കോക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രോ ഇട്ട് കുടിക്കുന്ന ഒരു സ്ട്രോയ്ക്ക് 1 രൂപ വെച്ച് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ ചിലവരാണെങ്കിൽ സ്ട്രോ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഊരി കളഞ്ഞിട്ട് അല്ലാതെ കുടിക്കുന്നത് അവരുടെ ഇഷ്ടം അല്ലാതെ കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള. ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പം നമ്മൾ ഒരു യാത്ര പോകുകയാണെങ്കിൽ വഴിയിൽ നിന്നൊക്കെ ഒരു ലൈം കുടിക്കുമായിരിക്കും. ആ ലൈമിനകത്ത് എന്ന് വെച്ചാൽ ലോക്കലല്ല, നല്ല ലൈം എന്ന് വെച്ചാൽ ഒരു എനർജി കിട്ടുന്ന ലൈമല്ല, അതിനകത്ത് അച്ചാറിടും, കസ്കസ് ഇടും, ഇതെല്ലാം കൂടി ഇട്ട് അടിച്ച് കലക്കി തരുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അവനകത്ത് അവർ സാധാരണ സ്ട്രോ തരാറില്ല. നമ്മൾ അവിടെ വെച്ച് തന്നെ അത് കഴിച്ചിട്ട് ഗ്ലാസ് കൊടുക്കും. അതാണ് ചെയ്യുന്നത്. അതുപോലല്ല നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ബേക്കറിയിലോ വല്ലതും ചെല്ലുവാണെങ്കിൽ അവർ അതിൻ്റെ സർവീസ് അങ്ങനെ. ഇപ്പോൾ ഒരു ലൈം പറയുവാണെങ്കിൽ ആ ലൈമിനകത്ത് ഒരു സ്ട്രോ ഇട്ടുകൊണ്ടേ അവർ ലൈം കൊണ്ടുവന്ന് തരത്തുള്ളൂ. അത് പേപ്പറായിട്ടുള്ള സ്ട്രോയാണ്, പ്ലാസ്റ്റിക് സ്ട്രോ അല്ല, പേപ്പർ സ്ട്രോയാണ്. അതിനാണ് ഈ ഒരു എച്ചി തരം കാണിക്കുന്നവരുടെ കട 1 രൂപ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം അവിടെ പോയിരുന്ന് നമുക്കാണെങ്കിൽ ഇപ്പം ഇല്ല, പഴയ ഒരു സിനിമ ഉണ്ടല്ലോ, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന് പറഞ്ഞാൽ, അതിനകത്ത് യമുന റാണിയെ കാണാൻ ഇവർ 3 പേരും പോകുമ്പം സ്ട്രോ ഊരിയിട്ട് മോന്തെന്ന് വരുന്നുണ്ടല്ലോ. അതേപോലെ ഇപ്പോൾ നമുക്ക് ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യണം. ഇപ്പോൾ ബേക്കറി പോകുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു ഷാർജ ഉണ്ടാക്കുക. അപ്പോൾ ഷാർജ കുടിക്കുന്ന ആ മനുഷ്യൽ തന്നെ ഇരുന്ന് ആ ബേക്കറി ഇരുന്ന് കഴിക്കാനേ പറ്റത്തുള്ളൂ. അതിന് സ്ട്രോ വേണം. അപ്പോൾ ആ സ്ട്രോ ഇപ്പം ആരും അവിടെ നിന്ന് ഊരി കളഞ്ഞിട്ട് അല്ലാതെ എടുത്ത് മോന്തത്തൊന്നുമില്ല. അത് ചുമ്മാ ഇരുന്ന് അങ്ങ് പുള്ളി, എനിക്ക് മനസ്സിലാവുന്ന പറഞ്ഞാൽ പുള്ളി ഇതേപോലെയൊക്കെയുള്ള കാര്യത്തിന് മൂട് താങ്ങാൻ നിൽക്കുന്നത് എന്തിനാണ്? ഈ കോക്ക് സാറിനോടാണ് പറയുന്നത്. ഇതുപോലെയുള്ള കാര്യത്തിന് ഈ മൂട് താങ്ങാൻ നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി പറഞ്ഞത് 1% പോലും ഞാൻ യോജിക്കുന്നില്ല. ഈ കോക്ക് സാറിൻ്റെ ആ ഒരു റിയാക്ഷൻ വീഡിയോയിൽ ഞാൻ 1% പോലും പുള്ളി പറയുന്നത് ഒന്നും ചോദിക്കുന്നില്ല. പുള്ളിയുടെ ഇഷ്ടത്തിനല്ല ബാക്കിയുള്ളവരുടെ ഇഷ്ടം. ചില വ്ളോഗർമാർ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഇതേപോലെ മീൽസ് മേടിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഓരോന്നിനും പ്രത്യേകം പൈസ കൊടുത്ത് മേടിക്കണമെന്ന് പറയുന്നുണ്ട്. പപ്പടത്തിന് 7 രൂപ, എല്ലാം തൈരിന് എല്ലാത്തിനും 10 രൂപ. ഇപ്പോൾ എല്ലാം കൂടെ 100-150 രൂപയാവും. അപ്പോൾ അത്രയും പൈസ കൊടുത്ത് ഇപ്പം സാധാരണ ഒരു മനുഷ്യൻ സാമ്പാറും ചോറും കൂട്ടി മാത്രം ചോറ് കഴിക്കുമോ? ഇല്ലല്ലോ. ഇപ്പോൾ രണ്ടാമത് സ്പെയർ വേണമെങ്കിൽ അപ്പോൾ അത്രയും കൂടെ 20 രൂപ. ഇപ്പോൾ ഇത് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെ ഊണിന് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് 40 രൂപയുടെ ഊണിനകത്ത് അവർ പ്രത്യേകം കറിക്കൊന്നും പൈസ മേടിക്കുന്നില്ല. 40 രൂപ ഊണിന് രണ്ടാമത് സ്പെയർ മേടിക്കുവാണെങ്കിൽ 10 രൂപ ഒരു എക്സ്ട്രാ ആയിട്ട് ഇടും. അത്രയേ ഉള്ളൂ അവരുടെ കാര്യം. അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. എവിടുത്തെ ഇത് ഒരിക്കലും ഞാൻ അംഗീകരിച്ച് കൊടുക്കത്തില്ല ഈ ഒരു ഇത്. പിന്നെ ചിലവരൊക്കെ ഇരുന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ എനിക്ക് സംശയം കൊണ്ട് ചോദിക്കുവാണേ, ഇപ്പോൾ ഒരു ഷാർജ ഞാൻ ഓർഡർ ചെയ്യുവാണെങ്കിൽ ആ ഷാർജയ്ക്കകത്ത് ഇപ്പോൾ എന്തോലും പാൽ ഒഴിക്കണമല്ലോ. പാലിന് 25 രൂപ. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഐസിന് തണുപ്പ് കിട്ടണ്ടേ, തണുപ്പിന് ഐസ് കട്ടയ്ക്ക് 10 രൂപ. പിന്നെ എന്തെങ്കിലും പഞ്ചസാര ഇടണമല്ലോ, പഞ്ചസാരയ്ക്ക് 10 രൂപ. പിന്നെ അതിനകത്ത് എന്തുമായാലും നമുക്കൊരു ഐസ്ക്രീമോ എന്തെങ്കിലും ഇടണമെങ്കിൽ അതിന് 10 രൂപ. അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ്സിനകത്തില്ലേ കൊണ്ടുവരുന്നത്, ആ ഗ്ലാസ്സിന് ഇനി 25 രൂപ. അങ്ങനെ കൊണ്ടുവന്ന് 100 രൂപയ്ക്ക് എന്തിനാ ഒരു ഐസ് ഷാർജ കുടിക്കുന്നത്? ഇങ്ങനെയാണ് പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഊണ് കഴിക്കാൻ പോകുകയാണെങ്കിൽ അതിന് ബിരിയാണിയുടെ കാര്യം പറയുന്നുണ്ട്. ബിരിയാണിയുടെ ഇപ്പോൾ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ആ റൈസിന് 150 രൂപ, ചിക്കൻ പീസിന് 50 രൂപ, മുട്ടയ്ക്ക് 10 രൂപ, സലാഡിന് 10 രൂപ, പപ്പടത്തിന് 10 രൂപ. അങ്ങനെയാണ് പുള്ളി മേടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ചിക്കൻ പീസിൻ്റെ കാര്യം വെറുതെ പറഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെയാണ് മേടിക്കുന്നത്. ഇപ്പോൾ ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ഉള്ളതാണ് സലാഡും നാരങ്ങയും പപ്പടവും ഒക്കെ അതിനകത്ത് തന്നെ ഉള്ളതാണ്. ഇപ്പം ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് മേടിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ ചിലവർ പറയുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ആവി വരുന്നില്ലെന്ന്. ഇപ്പം നിങ്ങൾക്ക് ആവി വേണമെങ്കിൽ ആവിക്കും കൂടെ 10 രൂപ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ചൂട് ആവി പറക്കുന്നതിന് 10 രൂപ. ചിലർ പറയുന്നത് ചൂടില്ലെന്ന്, ആ ചൂടിന് കൂടെ 10 രൂപ കൊടുത്താലേ അവർ ചൂടാക്കി തരത്തുള്ളൂ. അങ്ങനെ ഉള്ളൊരു കച്ചറ നിയമമായിട്ടുള്ളൊരു ഹോട്ടലാണ് എനിക്ക് ഇപ്പോൾ ഇതുപോലെ നിയമം കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഹംഗ്രി മിർനാളിനെ പറ്റി. അപ്പം ഈ നിയമം എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, ഉള്ള കാര്യം പറയാമല്ലോ. ഇപ്പം ഞാൻ ഇതേപോലെ ഞങ്ങളുടെ ഏരിയയിൽ ഒരു ഹോട്ടലുണ്ടെങ്കിൽ ഞാൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാനേ പോകുന്നില്ല. ഇപ്പം പുള്ളിയുടെ ചിക്കൻ ബിരിയാണിയിൽ ഒരു ഈച്ച ബിരിയാണി വന്നിട്ടുണ്ട്. ഈച്ച എങ്ങാണ്ട് ചത്ത് കിടന്നെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇപ്പം ഈ നേരെ തിരിച്ച് നിന്ന് നോക്കിയാൽ മതി. ഇപ്പം ഈ മൃണാൾ വേറൊരാളുടെ എന്നുവെച്ചാൽ ഒരു എന്താ വെയിറ്ററെ പുച്ഛിച്ച് പോകുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം പുള്ളി ഇതുപോലെ ചെന്നിരുന്ന് കഴിക്കാൻ നേരത്ത് കുറച്ച് ഒരു മനുഷ്യരില്ലേ കൊണ്ടുവന്ന് കൈ വരച്ചപ്പോഴെങ്ങാണ്ട് ചെറുതായിട്ടൊന്ന് താഴെ പോയി. ആ വെയിറ്റർക്ക് ഒരു ബഹുമാനം കൊടുക്കണം. അതാണ് പിന്നെ പുള്ളി പുച്ഛിച്ചിറങ്ങി പോകുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട്. അത് പറഞ്ഞാൽ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഇതുപോലെ ഒരു ഹോട്ടലിൽ പോയിരുന്നു പറയുമ്പോൾ ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പ് കഴിച്ചപ്പം എൻ്റെ അമ്മയുടെ അത്രയൊക്കെ പ്രായമുള്ള അവർ ജീവിതമാർഗ്ഗം കൊണ്ടുവന്ന് നിൽക്കുന്നതാണ്. അപ്പം അവർ ഇതേപോലെ വന്ന് നമുക്ക് ഭക്ഷണം കൊണ്ട് തന്നു. അപ്പോൾ അവർക്കൊരു 30 രൂപ ഞാൻ ഇറങ്ങാൻ നേരത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ല ഇതായിട്ടല്ല, ആ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഇമോഷൻ തോന്നി. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത്രയെങ്കിലും ഒരു ബഹുമാനം വെയിറ്ററോടെങ്കിലും കാണിക്കും. പിന്നെ ഈ ഈച്ച ചത്ത് കിടക്കുന്ന കാര്യം സ്വന്തമായിട്ട് ഇയാൾ വേറെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിരുന്ന് കഴിച്ചിട്ട് ഇതുപോലെ ഈച്ചയാണെങ്കിൽ അയാളെ ഇവിടെ നിർത്തിക്കരിക്കുമല്ലോ. ഇപ്പോൾ ഇയാൾ വിചാരിക്കുന്ന പറഞ്ഞാൽ ഇയാളുടെ ഹോട്ടലിൽ വന്നിരുന്ന് കഴിച്ചു തന്നത് വേണമെങ്കിൽ ഞങ്ങൾക്ക് എന്നിട്ട് പൊക്കോണം എന്നുള്ള രീതിയിലാണ് ഇയാൾ നിൽക്കുന്നത്. അങ്ങനെയുള്ളിടത്ത് ആര് കയറും? ഞാൻ ഒരിക്കലും കയറത്തില്ല. ഇനി ഇതുപോലെ ആ കോക്ക് സാർ വന്നിരുന്ന് ഇതേപോലെ മൂട് താങ്ങിയതും എനിക്കത്ര ഇഷ്ടമായിട്ടില്ല. പുള്ളി ഒരാവശ്യമില്ലാതെ വന്നിരുന്ന മൂട് താങ്ങിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അടുത്തൊരു വീഡിയോ വരുന്നവരെ.